ശാന്തി 29/4/26 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പതിത ജഗത്തുമായി ബന്ധം മുറിച്ച് ഒരു ബാബയുമായി ബുദ്ധിയോഗം ചേർക്കൂ, എങ്കിൽ മായയോട് തോൽക്കുകയില്ല. ചോദ്യം: സമർത്ഥനായ ബാബ കൂടെ ഉണ്ടായിരുന്നിട്ടും യജ്ഞത്തിൽ അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണമെന്താണ്? ഉത്തരം: ഈ വിഘ്നം ഡ്രാമ അനുസരിച്ച് ഉണ്ടാവുക തന്നെ വേണം. കാരണം എപ്പോഴാണോ യജ്ഞത്തിൽ അസുരന്മാരുടെ വിഘ്നമുണ്ടാകുന്നത്, അപ്പോഴാണ് പാപത്തിൻ്റെ കുടം നിറയുന്നത്. ഇതിൽ ബാബയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. വിഘ്നം ഉണ്ടാവുക തന്നെ വേണം. എന്നാൽ വിഘ്നങ്ങളെ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഗീതം: ആരാണ് മാതാവ്, ആരാണ് പിതാവ്? ഓം ശാന്തി. കുട്ടികൾ പരിധിയില്ലാത്ത ബാബയുടെ ആജ്ഞ കേട്ടു. ഈ ജഗത്തിലെ മമ്മയും ബാബയും, അതായത് അമ്മയും അച്ഛനുമുണ്ട്. ഇത് നിങ്ങളുടെ ദേഹവുമായുള്ള ബന്ധമാണ്. ദേഹവുമായി ആദ്യം മാതാവിൻ്റെ, പിന്നെ പിതാവിൻ്റെ ബന്ധമുണ്ടാകുന്നു. പിന്നെ സഹോദരൻ്റെയും ബന്ധുക്കളുടെയും മറ്റുമുണ്ടാകുന്നു. അപ്പോൾ പരിധിയില്ലാത്ത ബാബ പറയുന്നത് ഇതാണ്: ഈ ജഗത്തിൽ നിങ്ങളുടെ മാതാവും പിതാവുമായുള്ള ബുദ്ധിയുടെ യോഗം മുറിക്കൂ. ഈ ജഗത്തുമായി ബന്ധം വയ്ക്കാതിരിക്കൂ. കാരണം ഇതെല്ലാം കലിയുഗി മോശമായ ബന്ധങ്ങളാണ്. ജഗത് എന്നാൽ ലോകം. ഈ പതീത ലോകവുമായി ബുദ്ധിയുടെ യോഗം മുറിച്ച് ഞാൻ ഒരാളുമായി ചേർക്കൂ. പിന്നെ പുതിയ ജഗത്തിനോട് യോജിപ്പിക്കൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരേണ്ടതുണ്ട്. കേവലം ബന്ധം യോജിപ്പിക്കുന്നതിൻ്റെ കാര്യമാണ്. മറ്റൊരു കാര്യവുമില്ല, മറ്റൊരു പ്രയാസവുമില്ല. ആർക്കാണോ ഡയറക്ഷൻ ലഭിക്കുന്നത്, അവർ ബന്ധം യോജിപ്പിക്കും. സത്യയുഗത്തിൽ ആദ്യം ബന്ധം നല്ലതായിരിക്കും, സദോ പ്രധാനമാണ്. പിന്നെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ആ സുഖത്തിൻ്റെ ബന്ധം പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ തീർത്തും ഈ പഴയ ലോകവുമായി ബന്ധം മുറിക്കേണ്ടി വരും. ബാബു പറയുന്നു, ഞാനുമായി ബന്ധം യോജിപ്പിക്കൂ. ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. ദേഹത്തിൻ്റെ എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കൂ. വിനാശം ഉണ്ടാവുക തന്നെ വേണം. കുട്ടികൾക്കറിയാം, ആരെയാണോ പരംപിത പരമാത്മ എന്ന് പറയുന്നത്, ആ ബാബയും ഡ്രാമ അനുസരിച്ച് സർവീസ് ചെയ്യുന്നു. ആ ഒന്ന് ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് സർവശക്തിവാനാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. കൃഷ്ണനെയും സർവശക്തിവാനായി അംഗീകരിക്കുന്നത് പോലെ കൃഷ്ണന് സ്വദർശന ചക്രം നൽകിയിരിക്കുന്നു. അതിലൂടെ കഴുത്ത് മുറിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ദേവതമാർ ഹിംസയുടെ കാര്യം എങ്ങനെ ചെയ്യും എന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്ക് അത് ചെയ്യുവാൻ സാധിക്കില്ല. ദേവതമാരെ കുറിച്ച് പറയുന്നത് തന്നെ അഹിംസ പരമോ ധർമ്മം എന്നായിരുന്നു. അവരിൽ ഹിംസ എവിടെ നിന്ന് വന്നു? ആർക്ക് എന്ത് തോന്നിയോ അത് ഇരുന്ന് എഴുതിയിരിക്കുന്നു. എത്ര ധർമ്മത്തിൻ്റെ ഗ്ലാനി ചെയ്തിരിക്കുന്നു. ബാബു പറയുന്നു, ഈ ശാസ്ത്രങ്ങളിൽ സത്യമാണെങ്കിൽ തീർത്തും മാവിൽ ഉപ്പുപോലെയാണ്. ഇതും എഴുതിയിരിക്കുകയാണ്. രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരുന്നു. അതിൽ അസുരന്മാർ വിഘ്നമിട്ടിരുന്നു. അബലകളുടെ മേൽ അത്യാചാരം ഉണ്ടായിരുന്നു. അത് എഴുതിയിരിക്കുന്നത് ശരിയാണ്. ശാസ്ത്രങ്ങളിൽ സത്യമെന്താണ്, അസത്യമെന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാൻ സ്വയം പറയുന്നു, ഈ രുദ്രജ്ഞാനയജ്ഞത്തിൽ വിഘ്നം തീർച്ചയായും വരും. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പരമാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് വിഘ്നങ്ങളെ മാറ്റും എന്നല്ല. ഇതിൽ ബാബ എന്തു ചെയ്യുവാനാണ്? ഡ്രാമയിൽ നടക്കേണ്ടത് തന്നെയാണ്. ഈ എല്ലാ വിഘ്നങ്ങളും ഇടണം. അപ്പോഴല്ലേ പാപത്തിൻ്റെ കുടം നിറയൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഡ്രാമയിൽ എന്തടങ്ങിയിട്ടുണ്ടോ അത് തന്നെ സംഭവിക്കണം.
അസുരന്മാരുടെ വിഘ്നം തീർച്ചയായും ഉണ്ടാകും. തൻ്റെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അരക്കൽപ്പം മായയുടെ രാജ്യത്ത് മനുഷ്യർ എത്ര തമോപ്രധാന ബുദ്ധിയാണ്, ഭ്രഷ്ടാചാരിയായി മാറുന്നു. പിന്നെ അവരെ ശ്രേഷ്ഠാചാരിയാക്കുക ബാബയുടെ കാര്യമാണല്ലോ. ഭ്രഷ്ടാചാരിയാകുന്നതിന് പകുതി കൽപ്പം എടുക്കുന്നു. പിന്നെ 1 സെക്കൻഡിൽ ബാബ ശ്രേഷ്ഠാചാരിയാക്കുന്നു. നിശ്ചയമുണ്ടാകുന്നതിൽ സമയമെടുക്കുന്നില്ല. ഇങ്ങനെ വളരെയധികം നല്ല കുട്ടികളുണ്ട്. അവർക്ക് നിശ്ചയമുണ്ടാകുന്നു, ഉടൻ പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ മായയും ഗുസ്തിക്കാരനാണല്ലോ. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നു. പുരുഷാർത്ഥം ചെയ്ത് കർമ്മത്തിൽ വരാതെ നോക്കണം. എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടായിപ്പോകുന്നു. കർമാതീത അവസ്ഥ എത്തുന്നതിനിടയിൽ വിഘ്നം തീർച്ചയായും ഉണ്ടാകും. ബാബ മനസ്സിലാക്കിച്ചു തന്നു. പുരുഷാർത്ഥം ചെയ്ത് അന്തിമത്തിൽ കർമാതീത അവസ്ഥ എത്തുന്നു. പിന്നീട് ഈ ശരീരത്തിൽ ഇരിക്കുന്നില്ല. അതിനാൽ സമയമെടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. എവിടെയെങ്കിലും മായ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ബോക്സിംഗ് ആണല്ലോ. ബാബയുടെ ഓർമ്മയിലിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. പക്ഷേ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. കുറച്ചൊക്കെ സമയം ബാക്കിയുണ്ട്. പതുക്കെ പതുക്കെ ആ അവസ്ഥ ധാരണ ചെയ്യണം. ആരും ജന്മന തന്നെ രാജാവാകുന്നില്ല. ചെറിയ കുട്ടി പതുക്കെ പതുക്കെയാണല്ലോ വലുതാകുന്നത്. ഇതിലും സമയമെടുക്കും. ഇപ്പോഴാണെങ്കിൽ ബാക്കി കുറച്ച് സമയമാണുള്ളത്. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിൻ്റെ മേലാണ്. അറ്റൻഷൻ നൽകണം. നമ്മൾ ഏത് വിധേനയും ബാബയിൽ നിന്നും തീർച്ചയായും സമ്പത്തെടുക്കും. മായയെ തീർച്ചയായും നേരിടും. അതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. മായയും നിസ്സാരമല്ല. ലഘുവിനേക്കാൾ ലഘുവായ രൂപത്തിലും വരുന്നു. റുസ്തം, അതായത് ഗുസ്തിക്കാരൻ്റെ മുന്നിൽ നല്ല ശക്തിയോടെ അടിക്കുന്നു. ഈ കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലൊന്നുമില്ല. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയിലൂടെ നിങ്ങൾ സദ്ഗതി നേടുന്നു. പിന്നെ ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കുന്നില്ല. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. സദ്ഗതി എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. അപ്പോൾ മധുരമായ കുട്ടികൾക്ക് ലക്ഷ്യം ലഭിച്ചു. ഡ്രാമയനുസരിച്ച് വൃക്ഷം വളരുന്നതിന് സമയമെടുക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു. വിഘ്നങ്ങൾ വളരെയധികം വരുന്നു. ചേഞ്ച് ആകേണ്ടി വരുന്നു. കൗടിയിൽ നിന്നും വജ്രതുല്യമാകേണ്ടി വരുന്നു. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ദേവതമാരുടെ ക്ഷേത്രം ഇപ്പോൾ വരെയും നിർമ്മിച്ചു വരുന്നു. ബ്രാഹ്മണരായ നിങ്ങൾ ഇപ്പോൾ ക്ഷേത്രം നിർമ്മിക്കില്ല. കാരണം അത് ഭക്തിമാർഗമാണ്. ഇപ്പോൾ ഭക്തിമാർഗം സമാപ്തമായി ജ്ഞാനമാർഗം സിന്ദാബാദ് ആകേണ്ടതുണ്ട് എന്നത് ലോകത്തിനറിയില്ല. ഇത് കേവലം കുട്ടികളായ നിങ്ങൾക്കാണ് അറിയാവുന്നത്. കലിയുഗം ഇപ്പോഴും കുട്ടിയാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. അവരുടെ മുഴുവൻ ആധാരവും ശാസ്ത്രങ്ങളുടെ മേലാണ്. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിരുന്ന് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഇതുവരെയും നിങ്ങൾ എന്തു പഠിച്ചുവോ അതെല്ലാം മറന്നേക്കൂ. അതിലൂടെ സദ്ഗതിയൊന്നും ഉണ്ടാകുന്നില്ല. അല്പകാലത്തേക്കുള്ള സുഖം ലഭിച്ചു വന്നു. സദാ സുഖം തന്നെ സുഖം ലഭിക്കുക എന്നത് സാധ്യമല്ല. ഇതാണ് ക്ഷണഭംഗുര സുഖം. മനുഷ്യർ ദുഃഖത്തിലാണ് കഴിയുന്നത്. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല എന്നത് മനുഷ്യർക്കറിയില്ല. അവർ അതിനെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കംസപുരിയിൽ കംസനുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നും കൃഷ്ണൻ ജയിലിലാണ് ജന്മമെടുത്തത് എന്നും വളരെയധികം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ സ്വർഗത്തിലെ ആദ്യ നമ്പറിലെ പ്രിൻസാണ്. കൃഷ്ണൻ എന്ത് പാപമാണ് ചെയ്തത്? ഇതെല്ലാം കെട്ടുകഥകളാണ്. അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ബാബ സത്യം പറഞ്ഞു തന്നപ്പോൾ ബാബ തന്നെയാണ് വന്ന് സത്യഖണ്ഡം സ്ഥാപിക്കുന്നത്. സത്യഖണ്ഡത്തിൽ എത്ര സുഖമുണ്ടായിരുന്നു, അസത്യഖണ്ഡത്തിൽ എത്ര ദുഃഖമാണുള്ളത്. ഇത് എല്ലാവരും മറന്നുപോയി. നിങ്ങൾക്കറിയാം,
നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് സത്യഖണ്ഡം സ്ഥാപിച്ച് അതിൻ്റെ അധികാരിയാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇങ്ങനെയെല്ലാം ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. നമുക്ക് ഈ പഠനം പഠിച്ച് സൂര്യവംശി മഹാരാജ മഹാറാണിയാകണം എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ഉയർന്ന പദവി നേടാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. എല്ലാവരുടെയും പുരുഷാർത്ഥം നടക്കുന്നു. ആരാണോ നല്ല ഉറച്ച ഭക്തർ അവർ ചിത്രങ്ങൾ കൂടെ വയ്ക്കുന്നു. അടിക്കടി അതിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. ബാബയും പറയുന്നു, ത്രിമൂർത്തിയുടെ ചിത്രം കൂടെ വയ്ക്കൂ, അപ്പോൾ അടിക്കടി ഓർമ്മ വരും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ സൂര്യവംശി കുലത്തിൽ വന്നു ചേരും. മുറിയിൽ ത്രിമൂർത്തിയുടെ ചിത്രം തൂക്കിയിടണം. അപ്പോൾ ഓരോ നിമിഷവും ദൃഷ്ടി മുന്നിൽ പോകും. ബാബയിലൂടെ നമ്മൾ ഈ സൂര്യവംശി കുലത്തിൽ പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൃഷ്ടി അതിലേക്ക് പോകും. ഇതും ഒരു പുരുഷാർത്ഥമാണ്. ബാബ നിർദ്ദേശം നൽകുന്നു, നല്ല നല്ല ഭക്തർ വളരെയധികം പുരുഷാർത്ഥം ചെയ്യുന്നു. കണ്ണ് തുറക്കുമ്പോൾ തന്നെ കൃഷ്ണന്റെ ഓർമ്മ വരണം. അതിനുവേണ്ടി ചിത്രം മുന്നിൽ വയ്ക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ സഹജമാണ്, അഥവാ സഹജമായി ഓർമ്മ വരുന്നില്ല, മായ ശല്യം ചെയ്യുന്നു. അപ്പോൾ ഈ ചിത്രം സഹായിക്കും. ശിവ് ബാബ നമ്മളെ ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ അധികാരിയാക്കുന്നു. നമ്മൾ ബാബയിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്മരിക്കുന്നതിലൂടെയും വളരെയധികം സഹായം ലഭിക്കും. ഓർമ്മ ഓരോ നിമിഷവും മറന്നു പോകുന്നു എന്ന് ഏത് കുട്ടികളാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ ബാബ നിർദ്ദേശം നൽകുന്നു, ചിത്രം മുന്നിൽ വയ്ക്കൂ, എങ്കിൽ ബാബയും സമ്പത്തും ഓർമ്മ വരും. എന്നാൽ ബ്രഹ്മാവിനെ ഓർമ്മിക്കേണ്ടതില്ല. വിവാഹ നിശ്ചയം നടത്തുമ്പോൾ ദല്ലാളിൻ്റെ ഓർമ്മ വരാറില്ല. നിങ്ങൾ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കൂ, അപ്പോൾ ബാബയും നിങ്ങളെ ഓർമ്മിക്കും. ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുന്നു. ഇപ്പോൾ പ്രിയതമൻ്റെ ഓക്കുപേഷൻ നിങ്ങൾക്കറിയാം. ശിവന് എത്ര ഭക്തരാണുള്ളത്? ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് തെറ്റാണ്. ശിവ കാശി വിശ്വനാഥൻ, പിന്നെ ഗംഗ എന്ന് പറയുന്നു. ജലത്തിൻ്റെ തീരത്ത് പോയിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. ബനാറസിൽ വളരെയധികം ഫോറിനേഴ്സും മറ്റും കാണുവാൻ പോകുന്നു. വലിയ വലിയ നദീതടങ്ങളുണ്ട്. എങ്കിലും എല്ലാവരുടെയും പിതാവിൻ്റെ ക്ഷേത്രമാണ് ആകർഷിക്കുന്നത്. എല്ലാവരും ആ ഒന്നിൻ്റെ അടുക്കൽ പോകുന്നു. ക്ഷേത്രം ആരുടെയും അടുക്കൽ പോകുന്നില്ല. ക്ഷേത്രത്തിലെ ദേവതമാർ ആകർഷിക്കുന്നു. ശിവബാബയും ആകർഷിക്കുന്നു. നമ്പർ 1 ആണ് ശിവബാബ. പിന്നെ സെക്കൻഡ് നമ്പറിലുള്ളത് ഈ ബ്രഹ്മാവ്, സരസ്വതി, വിഷ്ണു. വിഷ്ണു തന്നെ ബ്രഹ്മാവ്. ബ്രാഹ്മണർ തന്നെയാണ് വിഷ്ണുപുരിയിലെ ദേവതമാർ. വിഷ്ണുപുരിയിലെ ദേവതമാർ തന്നെയാണ് ബ്രാഹ്മണർ. ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ ഇതായി. നമ്മൾ തന്നെ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരെല്ലാം കാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. നിങ്ങൾ കാട്ടിൽ നിന്നും ഇറക്കി പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. ശിവ് ബാബ വന്ന് മുള്ളുകളെ പുഷ്പമാക്കുന്നു. നിങ്ങളും ഈ തൊഴിൽ ചെയ്യുന്നു. ഈ കാര്യങ്ങളെ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഏതെങ്കിലും രാജാവും റാണിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാനായി അങ്ങനെ ആരുമില്ല. പാണ്ഡവർക്ക് 3 അടി ഭൂമി പോലും ലഭിച്ചിരുന്നില്ല എന്നത് പാടപ്പെട്ടിരിക്കുന്നു. ബാബ സമർത്ഥനായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകി. ഇപ്പോഴും അതേ പാർട്ട് അഭിനയിക്കുമല്ലോ. ബാബ ഗുപ്തമാണ്. കൃഷ്ണന് ഏതെങ്കിലും വിഘ്നമുണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു. ബാബയിൽ നിന്നും വന്ന് സമ്പത്തെടുക്കണം. ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. ദിനം പ്രതിദിനം പുതിയ പുതിയ പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലൂടെ നല്ല പ്രഭാവമുണ്ടാകുന്നു എന്ന് കാണാൻ കഴിയുന്നു. എക്സിബിഷനിലൂടെയാണോ നല്ല പ്രഭാവമുണ്ടാകുന്നത്, അതോ പ്രൊജക്ടറിലൂടെയാണോ എന്ന കാര്യത്തിൽ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തണം. എക്സിബിഷനിൽ മനസ്സിലാക്കിക്കുന്നതിലൂടെ
മുഖം നോക്കി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഗീതയുടെ ഭഗവാൻ ബാബയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബാബയിൽ നിന്നും വീണ്ടും സമ്പത്തെടുക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. 7 ദിവസം നൽകണം, എഴുതി തരൂ, ഇല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ തന്നെ മായ മറവിയുണ്ടാക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു, നമ്മൾ 84ന്റെ ചക്രം കറങ്ങി, ഇപ്പോൾ പോകേണ്ടതുണ്ട്. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകേണ്ടതുണ്ട്. ഈ ചിത്രങ്ങൾ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. വളരെ നല്ലതാണ്. ഈ ലക്ഷ്മി നാരായണൻ ഈ രാജ്യഭാഗ്യം എപ്പോൾ എങ്ങനെ നേടി എന്നത് ബിർളയും മറ്റും പോലും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകേണ്ടതാണ്. ലക്ഷ്മി നാരായണന്റെ ചിത്രമെടുത്ത് ഉടൻ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കും. അവർ ഈ പദവി എങ്ങനെ നേടി. ഈ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനും ഉള്ളതാണ്. ലക്ഷ്യം ഉയർന്നതാണ്. ആര് എങ്ങനെയുള്ള ടീച്ചറാണോ അവർ അതനുസരിച്ച് തന്നെ സർവീസ് ചെയ്യുന്നു. ആരെല്ലാമാണ് സെന്റർ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ അവസ്ഥ അനുസരിച്ച് എന്നത് നോക്കുന്നു. ലഹരി എല്ലാവർക്കുമുണ്ട്. എന്നാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ എത്ര സമർത്ഥരായിരിക്കുമോ അത്രയും നല്ല സർവീസ് നടക്കും എന്ന് വിവേകം പറയുന്നു. എല്ലാവരും സമർത്ഥരാവുക സാധ്യമല്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള ടീച്ചറിനെ ലഭിക്കുക സാധ്യമല്ല. എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നിരുന്നത് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, തൻ്റെ അവസ്ഥ ശേഖരിച്ചു കൊണ്ടിരിക്കൂ. കൽപ്പകൽപ്പങ്ങളിലെ പന്തയമാണ്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഓരോരുത്തരുടെയും പുരുഷാർത്ഥം നടക്കുകയാണ് എന്നത് കാണപ്പെടുകയാണ്. എന്ത് സംഭവിക്കുന്നുവോ നമ്മൾ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. പിന്നെ സന്തോഷവും ഉണ്ടായിരിക്കുന്നു, ശാന്തിയും ഉണ്ടായിരിക്കുന്നു. ബാബ പറയുന്നു, കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. ബുദ്ധിയുടെ യോഗം അവിടെ തൂങ്ങിക്കിടക്കട്ടെ. അപ്പോൾ വളരെ മംഗളമുണ്ടാകും. ആര് ചെയ്യുമോ അവർ നേടും. നല്ലത് ചെയ്യുമെങ്കിൽ നല്ലത് നേടും. മായയുടെ മതമനുസരിച്ച് എല്ലാവരും മോശം തന്നെയാണ് ചെയ്തു വന്നത്. ഇപ്പോൾ ശ്രീമത്ത് ലഭിക്കുന്നു. നന്മ ചെയ്യൂ, നന്മയുണ്ടാകട്ടെ. ഓരോരുത്തരും തനിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. എങ്ങനെ ചെയ്യുമോ അതേപോലെ നേടും. എന്തുകൊണ്ട് നമ്മൾ യോഗം ചെയ്ത് സേവനം ചെയ്തുകൊണ്ടിരുന്നുകൂടാ? യോഗത്തിലൂടെ ആയുസ് വർദ്ധിക്കും. ഓർമ്മയുടെ യാത്രയിലൂടെ നിരോഗിയാകണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നുകൂടാ? യഥാർത്ഥമായ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൂടാ? ജ്ഞാനമാണെങ്കിൽ തികച്ചും സഹജമാണ്. കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ യോഗിയായില്ലല്ലോ. ബാബയെ ഓർമ്മിക്കൂ എന്നത് ഉറപ്പിക്കണം. അടിക്കടി മറന്നു പോകുന്നു എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അപ്പോൾ ചിത്രം വെക്കണം. അതും നല്ലതാണ്. രാവിലെ ചിത്രം കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നു. ശിവ് ബാബയിലൂടെ നമ്മൾ വിഷ്ണുപുരിയുടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഈ ത്രിമൂർത്തിയുടെ ചിത്രം തന്നെയാണ് മുഖ്യം. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ലോകത്തിൽ ഇങ്ങനെ ത്രിമൂർത്തിയുടെ ചിത്രം മറ്റാരുടെയും അടുക്കലില്ല. ഇതാണെങ്കിൽ തികച്ചും സഹജമാണ്. നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന എന്നത് എല്ലാവരും അറിയുന്നുണ്ട്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ ബോക്സിങ്ങിൽ ഒരിക്കലും തോൽവിയുണ്ടാകരുത്. ഇതിൻ്റെ ശ്രദ്ധ വയ്ക്കണം. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ അവസ്ഥയെ ശേഖരിക്കണം. സന്തോഷത്തിലും ശാന്തിയിലും ഇരിക്കണം. തൻ്റെ നന്മ ചെയ്യുന്നതിനു വേണ്ടി ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. ഈ പഴയ ലോകത്തോടുള്ള ബന്ധം മുറിക്കണം. മായയുടെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ചിത്രങ്ങളെ മുന്നിൽ വച്ച് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. വരദാനം:
മനനത്തിലൂടെ ബാബയുടെ പ്രോപ്പർട്ടിയെ തൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുന്ന ദിവ്യ ബുദ്ധിമാനായി ഭവിക്കട്ടെ. ബാബയിലൂടെ ഏതെല്ലാം ഖജനാവുകൾ ലഭിക്കുന്നുവോ അതിനെ മനനം ചെയ്യൂ. അപ്പോൾ ഉള്ളിൽ ഉൾക്കൊള്ളപ്പെട്ടുകൊണ്ടിരിക്കും. പ്രോപ്പർട്ടി എല്ലാവർക്കും ഒരേപോലെയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആര് മനനം ചെയ്ത് അതിനെ തൻ്റേതാക്കി മാറ്റുന്നുവോ അവർക്ക് അതിൻ്റെ ലഹരിയും സന്തോഷവും ഉണ്ടായിരിക്കും. അതിനാലാണ് സ്വയം പരിശ്രമിച്ചാൽ ലഹരി കയറും എന്ന് പറയുന്നത്. ആരാണോ മനനത്തിൻ്റെ ലഹരിയിൽ സദാ ലഹരി പിടിച്ചിരിക്കുന്നത് അവരെ ലോകത്തിലെ ഏതെങ്കിലും വസ്തുവിനോ കുഴപ്പത്തിനോ ആകർഷിക്കുവാൻ സാധിക്കില്ല. അവർക്ക് ദിവ്യ ബുദ്ധിയുടെ വരദാനം സ്വതവേ ലഭിക്കുന്നു. സ്ലോഗൻ: മനസ്സിൻ്റെ ആശയക്കുഴപ്പങ്ങളെ സമാപ്തമാക്കുന്നതിനായി നിർണയശക്തിയെ വർദ്ധിപ്പിക്കൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനായി മധുരതയുടെയും നമ്രതയുടെയും ഗുണം ധാരണ ചെയ്യൂ. നമ്മൾ സദാ കുനിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ നമുക്ക് ഒരു മാന്യതയുമില്ല. കുനിയാത്തവർക്കും കള്ളം പറയുന്നവർക്കും തന്നെയാണ് മാന്യതയുള്ളത് എന്ന് വിചാരിക്കരുത്. ഇല്ല, ഇത് അല്പകാലത്തേതാണ്. എന്നാൽ താങ്കൾ ദീർഘവീക്ഷണ ബുദ്ധി വയ്ക്കൂ. ഇവിടെ എത്ര പേരുടെ മുന്നിൽ കുനിയുമോ, അതായത് വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യുമോ, അപ്പോൾ മുഴുവൻ കൽപ്പത്തിലും സർവ ആത്മാക്കളും മുന്നിൽ നമിക്കും. സത്യത്രേതായുഗത്തിൽ രാജാവിനോടുള്ള ബഹുമാനമായി ശിരസ്സുകൊണ്ടല്ല, എന്നാൽ മനസ്സുകൊണ്ട് കുനിയും. ദ്വാപര കലിയുഗത്തിൽ ശിരസ് കുനിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ്. ഒരു അവിനാശി ഊർജമായ എൻ്റെ നിജസ്വരൂപത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ. എൻ്റെ ഈ ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ ശാന്ത സ്വരൂപ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ സങ്കൽപ്പ ശക്തിയിലൂടെ ഞാൻ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട്
ഈ ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ നക്ഷത്രമായി വേറിട്ട് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ബ്രഹ്മലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സർവത്ര ശാന്തി നിറഞ്ഞ, സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ ഈ ദിവ്യഗ്രഹത്തിൽ ഞാൻ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദിവ്യമായ സ്നേഹത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നെ സ്പർശിക്കുകയാണ്. എൻ്റെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ബാബയുടെ സമീപത്തിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു. പരമാത്മാ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ പരമശക്തിയിൽ നിന്നും പ്രവഹിക്കുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാനിപ്പോൾ ബാബയുടെ സർവശക്തി സ്വരൂപം അനുഭവിക്കുകയാണ്. സർവശക്തിമാനായ പരമാത്മാവിൽ നിന്നും സമസ്ത ശക്തികളുടെയും അത്ഭുത കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ അജ്ഞാനകാലത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാവുകയാണ്. ഞാൻ ഭാരരഹിതമാവുകയാണ്. സർവപ്രഭാവമുക്തമായ സാക്ഷിഭാവം ഞാൻ ധാരണ ചെയ്യുന്നു.
പരമാത്മാ സ്നേഹവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഈ ഉന്നതമായ സ്ഥിതി കൈവരിച്ച് എൻ്റെ കർമ്മക്ഷേത്രമായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മടങ്ങി വന്ന് ദ്രിഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.